വന്ദന, ഞാൻ ഹോസ്റ്റലിൽ പോയിരുന്നു. അവരാ പറഞ്ഞത്. ഞാൻ മഹേഷ്, വിനോദിന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാ. സ്റ്റേറ്റ്സിലായിരുന്നു. ഇപ്പൊ ലീവിന് വന്നപ്പോഴാ. ഇങ്ങനൊരു റിലേറ്റീവിനെ പറ്റി വിനോദ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എങ്ങനെ പറയാനാ? സ്റ്റേറ്റ്സിൽ പോയിട്ട് വർഷം 10 ആയി. നാട്ടിലോട്ട് ഇനി ഇല്ലെന്ന് തന്നെ വിചാരിച്ചതാ. പക്ഷെ വർഷങ്ങൾ കഴിയും തോറും ഹോം സിക്നസ് കൂടുക. ഇപ്പൊ തിരിച്ചു പോകുന്ന കാര്യം ഓർക്കുമ്പോ തന്നെ വിഷമോ. ഞാൻ ഇന്നാണ് മുത്തശ്ശിയുടെ അടുത്ത് വന്നത്. പാവം, ആകെ തകർന്നിരിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി മുത്തശ്ശിയാ പറഞ്ഞത്. അതറിഞ്ഞപ്പോ വന്ദനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. കുട്ടി ഇങ്ങനെ ഡെസ്പറേറ്റ് ആവരുത്. എല്ലാം മറക്കണം. ഒന്നും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും അറിയാം. ഒന്ന് ചോദിച്ചോട്ടെ, ഇത്ര ക്ലോസ് ആയിട്ടും വന്ദന എന്റെ എക്സ്കർഷന് പോയില്ല? പോയിരുന്നു നന്നായിരുന്നെന്ന് ഇപ്പൊ തോന്നുന്നു. വിനോദമായിട്ട് വെറുതെ ഒന്ന് പിടങ്ങിയതാ, ഒരു കാര്യമില്ലാതെ. അതാ ലാസ്റ്റ് മൊമെന്റ് പോകണ്ടെന്ന് വെച്ച്. എന്നാലും ഒരു കാര്യമില്ലാതെ പിണങ്ങൂ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. ഒരു കണക്കിന് നോക്കിയാ കാരണമുണ്ട്. അങ്കിളിനോടായതുകൊണ്ട് പറയാം. He started taking drugs. വേണ്ട വേണ്ടെന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞതാ. ആ റോബിൻസൺ അതിനൊക്കെ കാരണം എനിക്കറിയാം. അയാളെ നിർബന്ധിച്ച വിനോദിനെ കൊണ്ട്. റോബിൻസൺ ആരാണ് അയാൾ? ഹൈവേയിൽ ഒരു മോട്ടലുണ്ട്, ബ്ലാക്ക് സ്റ്റാലിയൻ. അവിടുത്തെ മാനേജരാ. ഡ്രഗ്സിന്റെ കേന്ദ്ര അവിടം. എത്ര കുട്ടികളെ സ്പോയിൽഡ് ആയ. ആദ്യം വെറുതെ കൊടുക്കും, പിന്നെ അഡിക്റ്റ് ആയി കഴിയുമ്പോ വിൽക്കാൻ പ്രേരിപ്പിക്കും. എല്ലാം അറിഞ്ഞിട്ടും വിനോദ് അവിടെ പോയത് റോബിൻസിന്റെ ട്രാപ്പാണ്. ഐ എം ഷുവർ